ഏവർക്കും നമസ്കാരം. അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2024 ജൂലൈ മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. എൻ്റെ പേര് അശ്വിൻ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. 2024 ജൂലൈ മാസം ഒരുപാട് സംഭവ വികാസങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്, ലോകത്തുണ്ടായിട്ടുണ്ട്, കേരളത്തിലുണ്ടായിട്ടുണ്ട്. PSC ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ 2024 ജൂലൈ മാസത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് ഓരോ പോയിന്റ് വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് പഠിച്ചു പോകാം. ആദ്യത്തെ പോയിന്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സിന് വേദിയാകുന്ന ജില്ല ഏതാണ്? അതാണ് എറണാകുളം. ഏതാണ് ജില്ല? എറണാകുളം. പഠിച്ചു വെക്കുക. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ്. സ്കൂൾ ഒളിമ്പിക്സ് പഠിച്ചു വെക്കുക. സ്കൂൾ ഒളിമ്പിക്സിന് ആദ്യമായി വേദിയാകുന്നത് എറണാകുളം ജില്ലയിലാണ്. അതുപോലെ അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന കതിരവൻ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം കതിരവന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എല്ലാം പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു, അല്ലെ? അതൊരു സിനിമയാണ്, മമ്മൂട്ടി നായകനായിട്ടുള്ള സിനിമയാണ്. ഓക്കെ, ഇതാണ് അതിന്റെ പോസ്റ്റർ. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ ഇതാണ് ചോദ്യം. അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന കതിരവൻ എന്ന ചലച്ചിത്രത്തിൽ അയ്യങ്കാളിയായി വേഷമിടുന്നത് ആരാണ്? മമ്മൂട്ടി ആണ്. പഠിച്ചു വെക്കുക. 2024 ജൂലൈ മാസത്തിൽ ഖര ദ്രാവക ശുചിമുറി മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിലെ മികവ് അനുസരിച്ച് വീടുകൾക്കും റാങ്കിംഗ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം. ഓക്കെ, എന്താണ്? ഖര ദ്രാവക ശുചിമുറി എന്നിവയുടെ മാലിന്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന്റെ മികവ് അനുസരിച്ച് വീടുകൾക്ക് റാങ്കിംഗ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ചോദിക്കാം. കേരളമാണ്. ഓരോ വീടുകൾ അടിസ്ഥാനത്തിലാണ് കേട്ടോ. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി ശുചീകരണത്തിന് റോബോട്ടിനെ ഉപയോഗിക്കുന്ന വിമാനത്താവളമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. അവിടെ എന്തുപയോഗിച്ചു? റോബോട്ടിനെ ഉപയോഗിച്ചു. എന്തിനാണ് റോബോട്ടിനെ ഉപയോഗിച്ചത്? ആദ്യമായി ശുചീകരണത്തിന് റോബോട്ടിനെ ഉപയോഗിക്കുന്ന വിമാനത്താവളമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. അടുത്തതായി, ജൂലൈ മാസത്തിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് പ്രഖ്യാപിച്ചിരുന്നു. അതിൽ ഒരുപാട് പോയിന്റുകൾ നമുക്ക് ചേർത്ത് വെച്ച് പഠിക്കാനുണ്ട്, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ, MR രാഘവ വാര്യർക്കും CL ജോസിനും സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ചു. അപ്പൊ വിശിഷ്ടാംഗത്വം ലഭിച്ച രണ്ട് വ്യക്തികളാണ് 2024. പഠിച്ചു വയ്ക്കുക. ആരൊക്കെയാണ്? ഒന്ന്, MR രാഘവ വാര്യർ. ഓക്കെ, MR രാഘവ വാര്യർ. ഒരാള് MR രാഘവ വാര്യർ. രണ്ടാമത്തെ ആള് CL ജോസ് ആണ്. CL ജോസ്. MR രാഘവ വാര്യറും CL ജോസും, ഈ രണ്ടു പേർക്കാണ് കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ചത് 2024. പഠിച്ചു വയ്ക്കാം. ഇനി കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നോക്കാം നമുക്ക്. മികച്ച നോവലിനുള്ള അവാർഡ് ലഭിച്ചവർക്ക് ഹരിത സാവിത്രിയുടെ സിൻ എന്ന നോവലിന് വേണ്ടിയിട്ടാണ്. സിൻ എന്ന നോവലാണ്. ഹരിത സാവിത്രിക്കാണ് മികച്ച നോവലിനുള്ള പുരസ്കാരം കേരള സാഹിത്യ അക്കാദമിയുടെ 2024 ലഭിച്ചത്. ഹരിത സാവിത്രി നോവല്, ഹരിത സാഹിത്രിയാണ് മികച്ച നോവലിനുള്ള അവാർഡ്. സിൻ എന്ന നോവലിനാണ് ലഭിച്ചത്. ചെറുകഥ കിട്ടിയത് N രാജൻ ആണ്. N രാജൻ. ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്നുള്ളതാണ് ആ പുസ്തകത്തിന്റെ പേര്. എന്താണ്? ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആണ്. N രാജനാണ് ഇത് ലഭിച്ചത്. N രാജനാണ് ഇത് ലഭിച്ചത്. N രാജൻ. ചെറുകഥ കേട്ടോ. ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആണ്. ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന് പറയുമ്പോൾ ചെറിയ, അല്ലെ, ചെറുത് എന്ന് പഠിച്ചു വെക്കുക, അല്ലെ, ചെറിയ കുട്ടികളുടെ ഒക്കെ ഒരു ക്ലബ്ബാണ് എന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ചെറുകഥ N രാജൻ, ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആണ്. പഠിച്ചു വെക്കുക. കവിതയ്ക്ക് അവാർഡ് കിട്ടിയത് തെരഞ്ഞെടുത്ത കവിതകൾ എന്ന പുസ്തകത്തിന് കൽപ്പറ്റ നാരായണനാണ്. ഇതാണ് പുസ്തകം. തെരഞ്ഞെടുത്ത കവിതകൾ. കൽപ്പറ്റ നാരായണന്റെ കൃതിക്കാണ് തെരഞ്ഞെടുത്ത കവിതകൾ എന്നുള്ള പുസ്തകത്തിനാണ് മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി 2024 കൊടുത്തത്. നാടകത്തിന് കിട്ടിയ അവാർഡ് എന്ന് പറയുന്നത് E for Oedipus എന്നുള്ളതാണ്. ഇതാണ് പുസ്തകം. E for Oedipus എന്നുള്ള പുസ്തകത്തിന് ഗിരീഷ് പി സി പാലത്തിനാണ് കിട്ടിയത്. ഗിരീഷ് PC പാലത്തിനാണ് എന്തിനുള്ള അവാർഡ് കിട്ടിയത്? നാടകത്തിനുള്ള അവാർഡ് ലഭിച്ചു. ഗിരീഷ് PC പാലം. E for Oedipus. സാഹിത്യ വിമർശനത്തിന് കിട്ടിയത് P പവിത്രൻ ആണ്. സാഹിത്യ വിമർശനം. ഭൂപടം തലതിരിക്കുമ്പോൾ, ഭൂപടത്തെ തലതിരിക്കുന്നു. ആ ഒരു കൃതി കേൾക്കുമ്പോൾ തന്നെ ഒരു വിമർശനം, അല്ലെ, ഭൂപടത്തെ തലതിരിക്കുകയാണ്, അല്ലെ, ഒരു വിമർശനാത്മകമായിട്ടുള്ള ഒരു കൃതിയാണെന്ന് ആലോചിക്കുക. ഭൂപടം തലതിരിക്കുമ്പോൾ P പവിത്രനാണ് സാഹിത്യ വിമർശനത്തിന് അവാർഡ് കിട്ടിയത്.
ഹാസ്യ സാഹിത്യം സുമേഷ് വരനാട്. ഹാസ്യ സാഹിത്യമാണ്, ഹാസ്യ സാഹിത്യം സുമേഷ് വരനാട്. വരനാടൻ കഥകൾ എന്നുള്ളതാണ് ബുക്കിന്റെ പേര്. പഠിക്കാൻ എളുപ്പമല്ലേ? വരനാടന് കിട്ടി. വരനാടൻ കഥകൾ എന്നുള്ളതാണ് പുസ്തകത്തിന്റെ പേര്. ഹാസ്യ സാഹിത്യമാണ് കേട്ടോ, സുമേഷ് വരനാട്. ഹാസ്യ സാഹിത്യം സുമേഷ് വരനാട് പഠിച്ചു വെക്കുക. അടുത്തത് വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള പുരസ്കാരം ബി രാജീവന് ആണ്. ഇന്ത്യയെ വീണ്ടെടുക്കൽ എന്നുള്ളതാണ് പുസ്തകം. ഇന്ത്യയെ വീണ്ടെടുക്കൽ, ഇന്ത്യയെ വീണ്ടെടുക്കൽ. വൈജ്ഞാനിക സാഹിത്യം ബി രാജീവൻ പഠിച്ചു വെക്കാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് ജീവചരിത്രം അഥവാ ആത്മകഥ എന്ന വിഭാഗത്തിൽ അവാർഡ് ലഭിച്ചത് കെ വേണുവിന്റെ ഈ പുസ്തകമാണ്. ഇതേതാ? ഒരു അന്വേഷണത്തിന്റെ കഥ. കെ വേണുവിന്റെ ഒരു അന്വേഷണത്തിന്റെ കഥ എന്ന പുസ്തകത്തിനാണ് ജീവചരിത്രം, മികച്ച ജീവചരിത്രം അഥവാ ആത്മകഥ എന്നുള്ള പുരസ്കാരം ലഭിച്ചത്. ചിലപ്പോ PSC ചോദിക്കുക 2024 കേരള സാഹിത്യ അക്കാദമി ലഭിച്ച ഈ ജീവചരിത്രം ഏത് എന്നായിരിക്കണം എന്നില്ല. ഇത് ഇപ്പോ ഫേമസ് ആയി നിൽക്കുന്നത് കൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സ് ഭാഗത്തൊന്നും ചിലപ്പോൾ ചോദിക്കുക, ഒരു സാഹിത്യം ഇടകലർത്തിക്കൊണ്ട് വേണമെങ്കിൽ ചോദിക്കാം. ഒരു അന്വേഷണത്തിന്റെ കഥ, ഒരു അന്വേഷണത്തിന്റെ കഥ എന്നുള്ള പുസ്തകം ആര് രചിച്ചതാണ് എന്ന് ചോദിക്കാം. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഒരു സാഹിത്യം എന്നുള്ള ഭാഗത്തുള്ള ചോദ്യമാണെന്ന് തോന്നുമെങ്കിലും അത് കറണ്ട് അഫയേഴ്സ് ചോദ്യം കൂടിയാണ്. കാരണം കേരള സാഹിത്യ അക്കാദമി അവാർഡ് മികച്ച ആത്മകഥയ്ക്ക് കിട്ടിയത് കെ വേണുവിന്റെ ഒരു അന്വേഷണത്തിന്റെ കഥ എന്നുള്ള പുസ്തകത്തിനാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു കറണ്ട് അഫയേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിലും വേണമെങ്കിൽ ചോദിച്ചേക്കാം കേട്ടോ. അടുത്ത യാത്രാ വിവരണം നന്ദിനി മേനോന്റെ ആംചോ ബസ്റ്റർ. ആംചോ ബസ്റ്റർ ദാ ഇതാണ് പുസ്തകം കേട്ടോ. നന്ദിനി മേനോന്റെ ആംചോ ബസ്റ്റർ. ആംചോ ബസ്റ്റർ എന്നുള്ള പുസ്തകത്തിനാണ് ലഭിച്ചത്. നന്ദിനി മേനോനാണ് ലഭിച്ചത്. നന്ദിനി മേനോന്റെ ആംചോ ബസ്റ്റർ എന്നുള്ള കൃതിക്കാണ് ലഭിച്ചത്. പഠിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്തത് വിവർത്തനം. വിവർത്തനത്തിനുള്ള അവാർഡ് ലഭിച്ചത് AM ശ്രീധരന്റെ കഥാകഥികെ എന്നുള്ള പുസ്തകത്തിനാണ്. ഏതാണ്? കഥാകഥികെ എന്നുള്ള പുസ്തകം AM ശ്രീധരന്റെ പുസ്തകമാണ് വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. അപ്പൊ മികച്ച വിവർത്തനം 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് AM ശ്രീധരനാണ്. കഥാകഥികെ എന്നുള്ളതാണ് പുസ്തകത്തിന്റെ പേര്. ബാലസാഹിത്യം ലഭിച്ചത് ഗ്രേസിക്കാണ്. ബാലസാഹിത്യം ലഭിച്ചത് മികച്ച ബാലസാഹിത്യത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഗ്രേസിക്കാണ്. അതിന്റെ പേര് പെൺകുട്ടിയും കൂട്ടരും. പെൺകുട്ടിയും കൂട്ടരും. കുട്ടി അതിനകത്ത് തന്നെ ഉണ്ട് അല്ലെ. പെൺകുട്ടിയും കൂട്ടരും. ബാലസാഹിത്യം അല്ലേ, അപ്പൊ കുട്ടികളുടെ കഥയല്ലേ, അപ്പൊ പെൺകുട്ടിയും കൂട്ടരും. ഓക്കെ, കുട്ടിയുണ്ട് എന്ന് പഠിച്ചു വെക്കുക. പെൺകുട്ടിയും കൂട്ടരും. ഗ്രേസിയാണ് ഇത് രചിച്ചത്. പെൺകുട്ടിയും കൂട്ടരും എന്ന് പറയുന്ന പുസ്തകമാണ് ബാലസാഹിത്യത്തിനുള്ള അവാർഡ്. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം 6 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. 6 പേർക്കാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡുകൾ ലഭിച്ചത്. 6 പേരെയും എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. സാധാരണ PSC അങ്ങനെ എടുത്ത് ചോദിക്കാറില്ല. ഓക്കെ, സോ നമ്മളിപ്പോ പഠിച്ച അത്രയും ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താലോ. എന്തൊക്കെ പഠിച്ചു നമ്മൾ? പ്രഥമ കേരള ഒളിമ്പിക്സ് അല്ലെ, സ്കൂൾ ഒളിമ്പിക്സിന് വേദിയാകുന്ന ജില്ല എറണാകുളമാണ്. കതിരവൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് പഠിച്ചു. മമ്മൂട്ടി നായകനാവുന്ന അല്ലെ, അയ്യങ്കാളിയായി വേഷമിടുന്ന ചിത്രമാണ് കതിരവൻ എന്ന് പഠിച്ചു. അതുപോലെ തന്നെ ശുചിമുറി മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വീടുകൾ അനുസരിച്ചുള്ള റാങ്കിംഗ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം കേരളമാണ് എന്ന് പഠിച്ചു. അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ശുചീകരണത്തിന് റോബോട്ടുകൾ ഉപയോഗിച്ച അന്താരാഷ്ട്ര വിമാനത്താവളമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന് പഠിച്ചു. അതുപോലെ കേരള സാഹിത്യ അക്കാദമി അവാർഡിനകത്ത് MR രാഘവ വാര്യർക്കും CL ജോസിനും സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ചു എന്ന് നമ്മൾ പഠിച്ചു. അതോടൊപ്പം നോവലിന്, മികച്ച നോവലിന് സിൻ എന്നുള്ള ബുക്കിനാണ് അവാർഡ് ലഭിച്ചത്. ആരാണ്? ഹരിത സാവിത്രിക്കാണ് ലഭിച്ചത്. ഹരിത സാവിത്രി. ചെറുകഥ, മികച്ച ചെറുകഥയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് ചെറുകഥ എന്ന് പറയുമ്പോൾ ക്ലബിനെ കുറിച്ച് ഓർക്കാൻ ഞാൻ പറഞ്ഞു. ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് N രാജനാണ് കിട്ടിയത്. കവിതയോ കൽപ്പറ്റ നാരായണന്റെ തെരഞ്ഞെടുത്ത കവിതകൾക്കാണ്. നാടകം ഗിരീഷ് PC പാലത്തിന്റെ E for Oedipus എന്ന് പറയുന്ന നാടകത്തിനാണ് ലഭിച്ചത്. സാഹിത്യ വിമർശനം ഭൂപടത്തെ തലതിരിക്കുക അല്ലെ, ഭൂപടം തലതിരിക്കുമ്പോൾ P പവിത്രനാണ് ലഭിച്ചത്. ഹാസ്യ സാഹിത്യം സുമേഷ് വരനാട്. എന്താ സുമേഷ് വരനാടന്റെ കൃതിയുടെ പേര്? വരനാടൻ കഥകൾ. ഓക്കെ. വൈജ്ഞാനിക സാഹിത്യത്തിന് കിട്ടിയത് B രാജീവൻ. പുസ്തകത്തിന്റെ പേര് ഇന്ത്യയെ വീണ്ടെടുക്കൽ. ജീവചരിത്രം അഥവാ ആത്മകഥ വിഭാഗത്തിൽ കിട്ടിയത് കെ വേണു, ഒരന്വേഷണത്തിന്റെ കഥ. യാത്രാ വിവരണം നന്ദിനി മേനോൻ, ആംചോ ബസ്റ്റർ. ഓക്കെ അല്ലേ? അതുപോലെ വിവർത്തനത്തിന് ലഭിച്ചതോ കഥാകഥിക എന്ന പുസ്തകത്തിന് AM ശ്രീധരനാണ്. ബാലസാഹിത്യത്തിനോ ഗ്രേസിക്കാണ് കിട്ടിയത്. ബാലസാഹിത്യമാണ്, കുട്ടിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു തന്നു. പെൺകുട്ടിയും കൂട്ടരുമാണ്. സമഗ്ര പുരസ്കാരത്തിന് 6 പേർക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട്.
അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ലൊക്കേഷൻ കോഡ് ലഭിച്ചു. എന്താ അത്? രാജ്യാന്തര തലത്തിൽ ഇനി മുതൽ വിഴിഞ്ഞം തുറമുഖം അറിയപ്പെടുന്നത് NYY1 എന്നുള്ളതാണ്. എന്താണ്? NYY1 പഠിച്ചു വയ്ക്കുക. NYY1 ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് കേട്ടോ. വിഴിഞ്ഞം തുറമുഖത്ത് ചരക്ക് കണ്ടെയ്നറുകളുമായി എത്തുന്ന ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ ആണ് ആദ്യ മദർഷിപ്പ്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് ചരക്ക് കണ്ടെയ്നറുകളുമായി എത്തുന്ന ആദ്യത്തെ മദർഷിപ്പാണ് സാൻ ഫെർണാണ്ടോ. ഇതെത്തുന്ന സമയത്ത് നമ്മുടെ ന്യൂസ് ചാനലിലൊക്കെ വളരെ ഫേമസ് ആയിട്ടാണ് അല്ലെ, എപ്പോഴും ഫുൾ ടൈം അതിന്റെ ലൈവ് കൊടുത്തുകൊണ്ടേയിരുന്നു അല്ലെ. സോ സാൻ ഫെർണാണ്ടോ ആണ് അതിന്റെ കമ്പനിയുടെ പേരാണ്. മെർസക് ഷിപ്പിംഗ് കമ്പനിയാണ്. മെർസക് ഷിപ്പിംഗ് കമ്പനിയാണ് ഈ ഒരു കപ്പലിന്റെ നിർമ്മാതാക്കള്. മെർസക് ഷിപ്പിംഗ് കമ്പനിയുടെ സാൻ ഫെർണാണ്ടോ എന്നുള്ള കപ്പലാണ് എവിടേക്ക് എത്തിയത്? വിഴിഞ്ഞം തുറമുഖത്ത് ചരക്ക് കണ്ടെയ്നറുമായിട്ട് എത്തുന്ന ആദ്യ മദർഷിപ്പ്. അടുത്തത് വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനായി വയോജന കമ്മീഷൻ രൂപീകരിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം കേരളം. അല്ലെങ്കിൽ ഒരുപാട് കമ്മീഷനുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇതാ ഒരു കമ്മീഷൻ കൂടി നമുക്ക് പഠിച്ചേക്കാം. അതേതാണ്? വയോജന കമ്മീഷനാണ്. അത് വരുമ്പോൾ നമ്മൾ അതിൽ എത്ര അംഗങ്ങളുണ്ട്, അതിന്റെ കാലാവധി എത്രയാണ്, അതിന്റെ ചെയർപേഴ്സൺ ആരാണ്, ആദ്യ ചെയർപേഴ്സൺ ഏതാണ്, അങ്ങനെ തുടങ്ങി ഓരോന്നും നമുക്ക് പഠിക്കേണ്ടി വരും. കുഴപ്പമില്ല, ഇതെന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. വയോജന കമ്മീഷൻ വരുന്നുണ്ട്. വയോജന കമ്മീഷൻ എന്തിനുള്ളതായിരിക്കും? വയോജനങ്ങളെ കുറിച്ച് പഠിക്കാൻ അല്ലെ. സ്ത്രീ കമ്മീഷൻ, വനിതാ കമ്മീഷൻ ആരെ കുറിച്ച് പഠിക്കണം? വനിതകളെ കുറിച്ച് പഠിക്കാൻ അല്ലെ. അതുപോലെ തന്നെ വയോജനങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി അതിനെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള കമ്മീഷനാണ് വയോജന കമ്മീഷൻ. അത് രൂപീകരിക്കുന്നത് കേരളത്തിലാണ്. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ 2023-24 സ്പാർക്ക് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് കേരളമാണ്. സ്പാർക്ക് റാങ്കിങ് കേട്ടോ, പഠിച്ചു വയ്ക്കുക. ഇത്രയും പഠിച്ചാൽ മതി. സ്പാർക്ക് റാങ്കിങ് ഒന്നാമത് കേരളം. സ്പാർക്ക് റാങ്കിങ് ഒന്നാമത് കേരളം എന്ന് പഠിച്ചു വയ്ക്കുക. 2023-24 വർഷത്തെ സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനങ്ങളാണ് കേരളവും ഉത്തരാഖണ്ഡും. അവിടെ കേരളം വന്നിട്ടുണ്ട്. ഓക്കെ, സുസ്ഥിര വികസന സൂചിക സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ്. സുസ്ഥിര വികസന സൂചികയാണ്. ആരാണിത് പുറത്തുവിടുന്നത്? ഇത് സുസ്ഥിര വികസന സൂചിക പുറത്തുവിടുന്നത് കേന്ദ്ര സർക്കാരാണ്. അതിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത് കേരളവും ഉത്തരാഖണ്ഡുമാണ്. അപ്പോ ചിലപ്പോൾ ചോദിക്കുക, നമുക്ക് എല്ലാം ഒന്നാം സ്ഥാനമാണ് എന്നൊക്കെ പറഞ്ഞ് കേരളത്തെ കുറിച്ച് പഠിക്കാം എന്ന് വിചാരിച്ച് കേരളമാണ് ഒന്ന് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെക്കും. പക്ഷെ സ്റ്റേറ്റ്മെന്റ് തരത്തിൽ വേണമെങ്കിൽ ഈ ചോദ്യം ചോദിച്ചേക്കാം. എങ്ങനെ ചോദിക്കാം? 2023-24 സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനങ്ങൾ ഏതെല്ലാം എന്ന് പറഞ്ഞ് ഒന്നാമത് ഉത്തരാഖണ്ഡ് കൊടുക്കും, രണ്ടാമത് കേരളം കൊടുക്കും, മൂന്നാമത് ഉത്തർപ്രദേശ് കൊടുക്കും, നാലാമത് തമിഴ്നാട് കൊടുക്കും, അഞ്ചാമത് ഗുജറാത്ത് കൊടുക്കും. എന്നിട്ട് ഓപ്ഷനിൽ എന്ത് വരും? 1, 2 മാത്രം, 1 മാത്രം, 2 മാത്രം, മുകളിൽ പറഞ്ഞവയെല്ലാം അല്ലെ. അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ഓപ്ഷൻസ് തരാം. അപ്പൊ നമ്മൾ പഠിച്ചു വെക്കുക, കേരളവും ഉത്തരാഖണ്ഡും ഉണ്ട്. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം. വ്യവസായ നയത്തിൽ സമ്പൂർണ്ണ AI നയം പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. വ്യവസായ നയത്തിൽ സമ്പൂർണ്ണ AI നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. പഠിക്കുക. കേരളത്തിലെ പുതിയ നിയമസഭാ സെക്രട്ടറി ഡോക്ടർ N കൃഷ്ണകുമാറാണ് കേരളത്തിലെ നിലവിലെ നിയമസഭാ സെക്രട്ടറി. പുതിയ നിയമസഭാ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തു. ഡോക്ടർ N കൃഷ്ണകുമാറാണ്. തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് S മണികുമാർ. അപ്പൊ S മണികുമാർ നിങ്ങൾക്കറിയാം, കേരളത്തിന്റെ മുമ്പത്തെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അദ്ദേഹത്തെ ഇപ്പോ തമിഴ്നാടിന്റെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായിട്ട് നിയമിച്ചിട്ടുണ്ട്. ചോദിക്കാൻ സാധ്യതയുണ്ട്. S മണികുമാർ ആയതുകൊണ്ടും നമ്മുടെ അയൽപ്പക്ക സംസ്ഥാനമായതുകൊണ്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ എന്നു മുതലാണ് 4 വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിച്ചത്? പഠിച്ചു വെക്കുക. 2024 ജൂലൈ മാസം 1-ാം തീയതി. 2024 ജൂലൈ മാസം 1-ാം തീയതിയാണ് 4 വർഷ ബിരുദ കോഴ്സുകൾ കേരളത്തിൽ ആരംഭിച്ചത്. തിരുക്കൊച്ചി ലയനത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് 2024? 75-ാം വാർഷികമാണ്. നിങ്ങൾക്കറിയാം 1949-ലാണ് തിരുവിതാംകൂർ കൊച്ചി ലയനം ഉണ്ടായത് അല്ലെ. സോ ആ തിരുക്കൊച്ചി ലയനത്തിന്റെ 75-ാം വാർഷികമാണ് ജൂലൈയിൽ എത്തിയത്, ആചരിച്ചത്. 2024 ജൂലൈയിൽ നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ച ജില്ലയാണ് മലപ്പുറം. നിങ്ങൾ
കേട്ടിട്ടുണ്ടാവും അല്ലെ, നിങ്ങൾക്കറിയാം. മലപ്പുറം ജില്ലയിലാണ് നിപ്പ വൈറസ് ബാധ 2024 ജൂലൈ മാസത്തിൽ സ്ഥിരീകരിച്ചു. PSC വേണമെങ്കിൽ അങ്ങനെ തന്നെ എടുത്ത് ചോദിച്ചേക്കാം. ഇപ്പോൾ മാസങ്ങൾ അടക്കം എടുത്തു പറഞ്ഞുകൊണ്ടാണ് PSC ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെ തന്നെ ചോദിക്കാം, 2024 ജൂലൈ മാസത്തിൽ നിപ്പ സ്ഥിരീകരിച്ച ജില്ല ഏത്? അത് മലപ്പുറം ആണ്. മ്യൂസിയം മൃഗശാല വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ ആദ്യത്തെ സഫാരി പാർക്ക് വരുന്ന എവിടെയാണ്? അത് തളിപ്പറമ്പ് ആണ്. തളിപ്പറമ്പ്, കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലാണ് എന്ത് വരുന്നത്? സഫാരി പാർക്ക് വരുന്നത് കേട്ടോ. സഫാരി പാർക്ക് തളിപ്പറമ്പിലാണ്. ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്ക് എവിടെയാണ് വരുന്നത്? അത് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂരാണ്. അത് ജൂലൈ മാസ കറണ്ട് അഫെയർ അല്ല, പക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. പക്ഷെ സഫാരി പാർക്ക് ചോദിച്ചാൽ അത് തളിപ്പറമ്പിയാണ്. UPSC ചെയർപേഴ്സൺ പുതിയതായിട്ട് നിയമിതമായതാണ് പ്രീതി സുധൻ. ചോദിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പ്രീതി സുധൻ പഠിച്ചു വയ്ക്കുക. പ്രീതി സുധനാണ് പുതിയ UPSC ചെയർമാൻ. മലയാളിയായ P അനിൽകുമാറിനെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ സെക്രട്ടറി ജനറൽ ആയിട്ട് നിയമിച്ചു. ഓക്കെ, ആരാണ്? നമ്മുടെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ സെക്രട്ടറി ആണ് കേട്ടോ. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ സെക്രട്ടറി ജനറൽ ആയിട്ട് മലയാളി ആയിട്ടുള്ള ആരാണ്? P അനിൽകുമാർ പഠിച്ചു വയ്ക്കുക. P അനിൽകുമാറിനെയാണ് നിയമിച്ചത്. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ സെക്രട്ടറി ജനറൽ ആയിട്ട് നിയമിച്ച വ്യക്തിയാണ് P അനിൽകുമാർ. മലയാളി ആയതുകൊണ്ട് തന്നെ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി പൊതുപ്രവർത്തക പുരസ്കാരം ആർക്ക് ലഭിച്ചു? ലോക്സഭാ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചു. അപ്പോ പഠിച്ചു വയ്ക്കുക, ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പ്രഥമ ഉമ്മൻചാണ്ടി പൊതുപ്രവർത്തക പുരസ്കാരം ആർക്ക് ലഭിച്ചു? രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചു. അടുത്ത, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മന്ത്രി പദവിയിൽ ഇരിക്കുന്നത് എന്ന റെക്കോർഡ് AK ശശീന്ദ്രന് ലഭിച്ചു. അദ്ദേഹമാണ് AK ശശീന്ദ്രൻ. AK ശശീന്ദ്രൻ എന്ത് ചെയ്യുന്നു? തുടർച്ചയായിട്ട് മന്ത്രി പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണ് എന്നുള്ള റെക്കോർഡാണ്. 2 മന്ത്രിസഭകളിൽ ആയി ശശീന്ദ്രൻ തുടർച്ചയായി 2364 ദിവസം പിന്നിട്ടപ്പോൾ, ഇതിനേക്കാൾ കൂടുതൽ ദിവസമായി, പക്ഷെ അത്രയും ദിവസങ്ങൾ പിന്നിട്ടപ്പോഴാണ് 1ാം സ്ഥാനത്തേക്ക് എത്തിയത്. ഓക്കെ, പഠിച്ചു വയ്ക്കുക. അപ്പൊ മന്ത്രി പദവിയിൽ തുടർച്ചയായിട്ടാണ് കേട്ടോ, അല്ലാണ്ട് ഏറ്റവും കൂടുതൽ കാലം അല്ല. തുടർച്ചയായ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിസ്ഥാനത്ത് ഇരുന്നാരാ? 12 മന്ത്രിസഭകളിലായിട്ട് നിങ്ങൾക്കറിയാം. KM മാണി ഏകദേശം 8,000, അല്ല കൃത്യമായി പറഞ്ഞാൽ 8,759 ദിവസം ഇരുന്നു. KM മാണി 8,759 എണ്ണം പഠിച്ചു വെച്ചോളൂട്ടോ. കാരണം സച്ചിൻ ടെണ്ടുൽക്കർ ODIയിൽ എത്ര റൺസ് എടുത്തു എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പോൾ ഇത്തരം എണ്ണങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പോൾ 8,759 ദിവസമാണ് KM മാണി ഇരുന്നത്. 2364 ദിവസം തുടർച്ചയായിരുന്ന വ്യക്തിയാണ് AK ശശീന്ദ്രൻ. അപ്പൊ തുടർച്ചയായ മന്ത്രി പദവിയിൽ ഏറ്റവും കൂടുതൽ കാലം വരുന്നത് AK ശശീന്ദ്രനാണ്. ഇതാണ് പുതിയ കറണ്ട് അഫയേഴ്സ്. ഓക്കെ, അടുത്തത്, വിദേശ രാജ്യങ്ങളുമായി എംബസികളുമായും നേരിട്ടുള്ള സഹകരണത്തിന് IAS ഉദ്യോഗസ്ഥയായ ഡോക്ടർ K വാസുകിയെ കേരളം നിയോഗിച്ചു. ഓക്കെ, അപ്പോൾ കേരളം നിയമിച്ച പുതിയ വ്യക്തിയാണ് ഡോക്ടർ K വാസുകി. ഓക്കെ, IAS നിങ്ങൾക്കറിയാം. K വാസുകി IAS ആരാണെന്ന് നിങ്ങൾക്കറിയാം. സോ K വാസുകി IASനെ എന്തിനാണ് നിയമിച്ചത്? വിദേശ രാജ്യങ്ങളുമായും എംബസികളുമായും കേരളവുമായി ബന്ധപ്പെട്ടുള്ള നേരിട്ടുള്ള സഹകരണത്തിന് നിയമിച്ച വ്യക്തിയാണ് ഡോക്ടർ K വാസുകി. കേരളം നിയമിച്ച വ്യക്തിയാണ് ഡോക്ടർ K വാസുകി IAS. ഓക്കെ, അടുത്ത പോയിന്റ്, നിലവിലെ KSEB ചെയർമാൻ ആരാണ്? ബിജു പ്രഭാകർ. ചോദിക്കാൻ സാധ്യതയുണ്ട്. KSEBയുടെ ചെയർമാൻ ബിജു പ്രഭാകറാണ് KSEBയുടെ ചെയർമാനായിട്ട് നിയമിതനായത്. കേരള സംസ്ഥാന ലോകായുക്തയായിട്ട് നിയമിതനായതാരാ? അത് N അനിൽകുമാറാണ്. പഠിച്ചു വെക്കുക. കുറച്ചു മുമ്പ് ഒരു അനിൽകുമാറിനെ പഠിച്ചല്ലോ, അത് P അനിൽകുമാറാണ്. P അനിൽകുമാർ എന്താ? അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ സെക്രട്ടറി ജനറൽ ആയിട്ട് നിയമിതനായതാണ് P അനിൽകുമാർ. ഇപ്പൊ നമ്മൾ പഠിച്ചാരാ? കേരളത്തിന്റെ പുതിയ ലോകായുക്തയാണ്. അത് P അല്ല, പകരം N ആണ്. പഠിച്ചു വെക്കുക, N അനിൽകുമാർ. 2024 ജൂലൈയിൽ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായ വ്യക്തിയാണ് K കൈലാഷ് നാഥനാണ് പുതുച്ചേരിയുടെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ. മലയാളിയാണ്. ചോദിക്കാൻ സാധ്യതയുണ്ട്. ആരാണ്? K കൈലാഷ് നാഥൻ. പഠിച്ചു വെക്കുക, K കൈലാഷ് നാഥൻ. അടുത്ത പോയിന്റ്, 2024 ജൂലൈ കേരള വനവകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട രാജ്യാന്തര പരിസ്ഥിതി ചലച്ചിത്രമേളയ്ക്ക് നൽകപ്പെട്ട പേരാണ് മയിൽപീലി. കേരളം വനവകുപ്പിന്റെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത്.
രാജ്യാന്തര പരിസ്ഥിതി ചലച്ചിത്രമേള. രാജ്യാന്തര പരിസ്ഥിതി ചലച്ചിത്രമേളയ്ക്ക് നൽകിയ പേരാണ് മയിൽപീലി. പഠിച്ചു വെക്കാൻ ചോദിക്കാം. പശ്ചിമഘട്ടത്തിലെ വംശനാശ ഭീഷണി നേരിടുന്ന പന്നിമൂക്കൻ തവളയുടെ പന്നിമൂക്കൻ തവളയുടെ കഥ പറയുന്ന മാലി എന്ന ഡോക്യുമെന്ററി ആണ് ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിച്ചത്. പന്നിമൂക്കൻ തവള, ഇതാണ് പന്നിമൂക്കൻ തവള. പന്നിമൂക്കൻ തവളയുടെ കഥ പറയുന്ന മാലി എന്ന ഡോക്യുമെന്ററി ആണ്. വേണമെങ്കിൽ ഇങ്ങനെ ചോദിച്ചേക്കാം, മാലി എന്ന ഡോക്യുമെന്ററിയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ കുറിച്ചാണ് പരാമർശിക്കുന്നത്? പഠിച്ചോളൂ. എന്താണ് അത്? പന്നിമൂക്കൻ തവളയാണ്. പന്നിമൂക്കൻ തവള കേട്ടോ. അതാണ് ഈ ഒരു മയിൽപീലി എന്ന ചലച്ചിത്രമേളയിലെ ഉദ്ഘാടന ചിത്രമായിട്ട് പ്രദർശിപ്പിച്ചത്. നമ്മൾ ഇത്രയും പറഞ്ഞത് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്താലോ? നമ്മൾ ഏകദേശം ആ സാഹിത്യ അക്കാദമി അവാർഡ് കഴിയുന്നത് വരെ നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞുള്ള പോയിന്റ് നമുക്ക് ഒന്നും കൂടി നോക്കാം. എന്താണ്? അതായത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ലൊക്കേഷൻ കോഡ് ലഭിച്ചു. അത് NY11 എന്നുള്ളതായിരുന്നു. അവിടെ വന്ന ആദ്യത്തെ മദർഷിപ്പാണ് സാൻ ഫെർണാണ്ടോ എന്നുള്ളത്. അതുപോലെ വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട്, അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിൽ എന്ത് ചെയ്യുന്നു? വയോജന കമ്മീഷൻ രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ സ്പാർക്ക് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് കേരളമാണ്. അതുപോലെ സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് കേരളവും ഉത്തരാഖണ്ഡും. വ്യവസായ നയത്തിൽ സമ്പൂർണ്ണ AI നയം പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം എന്ന് പഠിച്ചു. അതുപോലെ കേരളത്തിന്റെ പുതിയ നിയമസഭാ സെക്രട്ടറിയാണ് ഡോക്ടർ N കൃഷ്ണകുമാർ. പിന്നെ തമിഴ്നാടിന്റെ എന്താക്കി മാറ്റി? തമിഴ്നാടിന്റെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് നമ്മുടെ കേരളത്തിലെ പഴയ ചീഫ് ജസ്റ്റിസ് ആയിട്ടുണ്ടായിരുന്ന ആരെയായിരുന്നു? ജസ്റ്റിസ് S മണികുമാറിനെ നിയമിച്ചു. അതുപോലെ കേരളത്തിൽ എന്നു മുതലാണ് 4 വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ 2024 ജൂലൈ മാസം 1-ാം തീയതിയാണ്. അതുപോലെ തിരുക്കൊച്ചി ലയനത്തിന്റെ 75-ാം വാർഷികമാണ് 2024 ആഘോഷിച്ചത്. 2024 ജൂലൈയിൽ നിപ്പ വൈറസ് ബാധിച്ച ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് മലപ്പുറമാണ്. മ്യൂസിയം മൃഗശാല വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ ആദ്യത്തെ സൂ സഫാരി പാർക്ക് വരുന്നത് തളിപ്പറമ്പിലാണ്. അതുപോലെ UPSCയുടെ പുതിയ ചെയർപേഴ്സൺ ആരാണ്? അത് പ്രീതി സുധനാണ്. അതുപോലെ P അനിൽകുമാർ മലയാളിയാണ്. അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ഇന്ത്യയുടെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ സെക്രട്ടറി ജനറൽ ആയിട്ട് നിയമിച്ചു. ഉമ്മൻചാണ്ടി ഫെഡറേഷന്റെ പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് രാഹുൽ ഗാന്ധിക്കാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായ മന്ത്രിപദവിയിൽ ഇരുന്ന വ്യക്തിയാണ് നമ്മുടെ AK ശശീന്ദ്രൻ. എത്ര ദിവസം? 2364, 2364. അത്രയും ദിവസം ഇരുന്നപ്പോഴാണ് ഈ റെക്കോർഡ് സ്ഥാപിച്ചത്. അതിനേക്കാൾ കൂടുതൽ ദിവസങ്ങൾ ഇരുന്ന് കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ കാലം മന്ത്രിപദവിയിൽ ഇരുന്നത് KM മാണിയാണ്. അത് കറക്റ്റ് ദിവസമാണ്. അത് കൂട്ടാനും കുറയ്ക്കാനും പറ്റില്ല, കാരണം ഇനി അദ്ദേഹം മന്ത്രി ആവില്ലല്ലോ. സോ 8, 7, 5, 9 ദിവസങ്ങൾ പഠിച്ചു വയ്ക്കുക. 8759 ദിവസങ്ങളാണ്. അതുപോലെ നമ്മുടെ വാസുകി IAS കേരളം എന്ത് ചെയ്തത്? മറ്റ് രാജ്യങ്ങളുമായിട്ട് വിദേശ രാജ്യങ്ങളും എംബസികളുമായിട്ട് നേരിട്ടുള്ള സഹകരണത്തിന് വേണ്ടി നിയമിച്ച വ്യക്തിയാണ് വാസുകി IAS. അതുപോലെ നിലവിലെ KSEBയുടെ ചെയർമാനാണ് ബിജു പ്രഭാകരൻ. പഠിച്ചു വെക്കുക, ബിജു പ്രഭാകരൻ. N അനിൽകുമാർ ആരാ? ഇനി ഇങ്ങോട്ടുള്ള PSC ചോദ്യപേപ്പറുകൾ സ്ഥിരമായി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഇദ്ദേഹമാണ് കേരള ലോകായുക്ത N അനിൽകുമാർ ആണ്. പിന്നെ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായ മലയാളിയാണ് നമ്മുടെ K കൈലാഷ് നാഥൻ എന്ന് പഠിച്ചു വയ്ക്കുക. അതുപോലെ കേരള വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ മയിൽപീലി എന്നുള്ള ചലച്ചിത്ര മേള ഒരുക്കിയിരുന്നു. അതിൽ ഉദ്ഘാടന ചിത്രമായിട്ട് പ്രദർശിപ്പിച്ചത് മാലി എന്ന ചിത്രമായിരുന്നു, ഡോക്യുമെന്ററി ആയിരുന്നു. ആ മാലി എന്ന ഡോക്യുമെന്ററി എന്തിനെ കുറിച്ചാണ് പറയുന്നത്? വംശനാശ ഭീഷണി നേരിടുന്ന നമ്മുടെ പന്നിമൂക്കൻ തവളയുടെ കഥയാണ് അതിനകത്ത് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി പ്രീ പ്രൈമറി ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒറ്റ തിരിച്ചറിയൽ കാർഡ് നൽകുന്ന ഒരു രാജ്യം ഒരു വിദ്യാർത്ഥി ID പദ്ധതിയുടെ പേരാണ് അപാർ. APAAR. 1 Nation 1 Student ID. കണ്ടോ? അതാണ് അതിന്റെ അർത്ഥവാക്യം. 1 Nation 1 Student ID മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ നൽകുന്നതാണ്. ആ അപാറിന്റെ ഫുൾ ഫോം കൂടി പഠിച്ചു വെച്ചോളൂ. ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കാദമിക് അക്കൗണ്ട് രജിസ്ട്രി. എന്താണ്? ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കാദമിക് അക്കൗണ്ട് രജിസ്ട്രി.
എന്താണ് ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കാദമിക് അക്കൗണ്ട് രജിസ്ട്രി എന്നുള്ളതാണ് അപാറിന്റെ ഫുൾ നെയിം. അത് കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടാണ് ആർക്കാണ് കൊടുക്കുന്നത്? പ്രീ പ്രൈമറി ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒറ്റ തിരിച്ചറിയൽ കാർഡ് നൽകുന്ന പദ്ധതിയാണ് ഒരു രാജ്യം ഒരു വിദ്യാർത്ഥി ID, വൺ നേഷൻ വൺ സ്റ്റുഡന്റ് ID. കണ്ടോ, ഇതാണ് അതിന്റെ ആപ്തവാക്യം. അടുത്തത്, കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബ് ആണ് E-Cube. എന്താണ് E-Cube? E-Cube കേട്ടോ, ലാംഗ്വേജ് ലാബ് ആണ്. ആരാ തയ്യാറാക്കിയത് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. കൈറ്റ് ആണ് തയ്യാറാക്കിയത്. കൈറ്റ് എന്നുള്ള സ്ഥാപനമാണ് തയ്യാറാക്കിയത്. E-Cube എന്നുള്ളതാണ് അതിന്റെ പേര്. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ്. എന്താണ് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ്? അത് ബാധിച്ച് കോഴിക്കോട് എന്ത് ചെയ്യുന്നു? ഒരാൾ കൂടി മരിച്ചു. കോഴിക്കോട് മരണം സംഭവിച്ചു. എന്താണത്? അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്നുള്ള രോഗം ബാധിച്ച് കോഴിക്കോട് ജില്ലയിൽ മരണം സംഭവിച്ചു. ഇത് കാരണമാകുന്നത് തലച്ചോർ തിന്നുന്ന അമീബ ആണ്. തലച്ചോർ തിന്നുന്ന അമീബ എന്ന് വിളിക്കുന്ന നെയ്റ്റേരിയ ഫൗലേരി ആണ്. ആരാണ്? നെയ്റ്റേരിയ ഫൗലേരി. നെയ്റ്റേരിയ ഫൗലേരി ഇതിനെ എന്താ വിളിക്കുന്നത്? തലച്ചോറ് തിന്നുന്ന അമീബ എന്നറിയപ്പെടുന്നു. വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നവരുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ മിൽറ്റിഫോസിൽ മരുന്ന് ജർമ്മനിയിൽ നിന്ന് സംസ്ഥാനത്ത് എത്തിച്ചു. ഈ രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ജർമ്മനിയിൽ നിന്ന് മിൽറ്റിഫോസിൽ എന്നുള്ള മരുന്ന് കേരളത്തിലേക്ക് എത്തിച്ചിരുന്നു. UAE ആസ്ഥാനമായുള്ള VPS ഹെൽത്ത് കെയർ സ്ഥാപകൻ ഡോക്ടർ ഷംഷീർ വയലിലാണ് മരുന്ന് സൗജന്യമായി ലഭ്യമാക്കിയത്. ഇത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കണമെന്നില്ല, പക്ഷെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വേണമെങ്കിൽ ഈ പോയിന്റുകളെല്ലാം കൊടുത്തുകൊണ്ട് ഒറ്റ ചോദ്യമായിട്ട് വേണമെങ്കിൽ ചോദിച്ചേക്കാം. പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത പോയിന്റ്, പെരുമൺ ദുരന്തത്തിന് 36 വയസ്സ്. 36 വർഷമായി പെരുമൺ ദുരന്തം. അത് വലിയ കറണ്ട് അഫയർ ചോദ്യമല്ല, ഇത്തിരി ഹിസ്റ്റോറിക് ആയിട്ടുള്ള കാര്യമാണ്. അറിയാം, 1988 ജൂലൈ മാസം 8-ാം തീയതി ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഐലൻഡ് എക്സ്പ്രസിന്റെ 12 ബോഗികൾ പെരുമൺ പാലത്തിൽ നിന്ന് അഷ്ടമുടിക്കായലിലേക്ക് മറിഞ്ഞ് 105 ജീവനുകൾ പൊലിഞ്ഞു. ഇതാണ് പെരുമൺ ദുരന്തം എന്ന് പറയുന്നത്. അപകട കാരണം നമുക്ക് അറിയില്ല. റെയിൽവേ സേഫ്റ്റി കമ്മീഷൻ സൂര്യനാരായണന്റെ അന്വേഷണ റിപ്പോർട്ടിൽ കാരണം ചുഴലിക്കാറ്റ് എന്നുള്ളതായിരുന്നു കേട്ടോ. ഇത് പത്രത്തിൽ ന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ടാണ് നമ്മൾ ഇവിടെ കൊടുത്തത് കേട്ടോ. 1988 ജൂലൈ 8-നായിരുന്നു പെരുമൺ ദുരന്തം. ആ പെരുമൺ ദുരന്തത്തിന് 36 വയസ്സ് തികഞ്ഞു. പഠിച്ചു വയ്ക്കുക. കേരളത്തിലെ സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ ഉടമസ്ഥതയിലുള്ള തരിശുഭൂമിയിൽ കൃഷി ഇറക്കാനുള്ള കൃഷി വകുപ്പിന്റെ പദ്ധതിയാണ് നവോത്ഥാൻ. അപ്പൊ നവോത്ഥാൻ എന്താ? തരിശുഭൂമികളിൽ കൃഷി ഇറക്കുക. തരിശുഭൂമികളിൽ കൃഷി ഇറക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പുതിയ പദ്ധതിയാണ് നവോത്ഥാൻ. കേരളത്തിലാണ് നടപ്പിലാക്കുന്നത്. നവോത്ഥാൻ പദ്ധതി ഏത് സംസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നു എന്ന് ചോദിച്ചേക്കാം. കേരളത്തിലാണ്. ജന്മനാ ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്കായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഹൃദ്യം. ചോദിക്കാൻ സാധ്യതയുണ്ട്. ഹൃദയമാണ് ഹൃദ്യം. ഹൃദയമാണ് ഹൃദ്യം. ഏത് ഹൃദയമുള്ളവർക്ക്? ജന്മനാ ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്കുള്ള പദ്ധതിയാണ് ഹൃദ്യം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ പഠിതാക്കൾക്കായി സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരും പഠനത്തിൽ മികവ് പുലർത്തുന്നവരും ഭവനരഹിതമായ എല്ലാ പഠിതാക്കൾക്കും ഘട്ടം ഘട്ടമായി വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് ഒപ്പം ഭവന നിർമ്മാണ പദ്ധതി. എന്താണ് ഒപ്പം? മോഹൻലാലിനെ ഓർക്കുക. ഒപ്പം സിനിമ അല്ലെ? ഒപ്പം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? എവിടെ നടത്തുന്നു? ഓപ്പൺ സർവകലാശാല. നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിലെ പദ്ധതിയാണ്. അവിടെ പഠനത്തിൽ മികവ് പുലർത്തുകയും എന്നാൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുകയും അതുപോലെ തന്നെ ഭവനരഹിതരുമായിട്ടുള്ള കുട്ടികൾക്ക് ഘട്ടം ഘട്ടമായി വീടുകൾ പണിതു കൊടുക്കുന്ന പദ്ധതിയാണ് ഒപ്പം ഭവന നിർമ്മാണ പദ്ധതി. ആരാണ് ആരംഭിച്ചത്? അത് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ പഠിതാക്കൾക്കായിട്ട് ആരംഭിച്ചതാണ്. അപ്പൊ എന്തൊക്കെ പോയിന്റ് എക്സ്ട്രാ പറഞ്ഞത്? നമ്മള് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് പ്രീ പ്രൈമറി സ്കൂൾ കുട്ടികൾ മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികൾക്കായിട്ട് വൺ നേഷൻ വൺ സ്റ്റുഡന്റ് ID എന്നുള്ള ആപ്തവാക്യത്തോടുകൂടി അപാർ എന്നുള്ള ഒരു ID കാർഡ് കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ ഫുൾ ഫോം ആണ് ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കാദമിക് അക്കൗണ്ട് രജിസ്ട്രി എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിന് കൈറ്റ് കൊണ്ടുവന്നിട്ടുള്ള ലാംഗ്വേജ് ലാബാണ് E-Cube. അതുപോലെ അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് കേട്ടോ. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്നുള്ള രോഗം
കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് ബാധിച്ച് മരിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പോയിന്റുകൾ നമ്മൾ പഠിച്ചു. തലച്ചോറ് തിന്നുന്ന അമീബ എന്ന് വിളിക്കുന്ന നെയ്റ്റേരിയ ഫൗലേരി ആണ് ഇത് പരത്തുവാനുള്ള കാരണമാകുന്നത്. അമീബിക് ഇതിന് വേണ്ടിയിട്ടൊരു മരുന്ന് കൊണ്ടുവന്നു. അതാണ് മിൽറ്റിഫോസിൽ എന്നുള്ള മരുന്ന്. ഇത് ജർമ്മനിയിൽ നിന്നാണ് എത്തിച്ചത്. ഇതിനുവേണ്ടി സഹായിച്ചത് VPS ഹെൽത്ത് കെയർ സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ ഷംഷീർ വയലിലാണ് കേട്ടോ. അടുത്തത് നമ്മൾ എന്ത് പഠിച്ചു? പെരുമണ്ടൂരത്തിന് 36 വയസ്സായി എന്ന് പഠിച്ചു. അതുപോലെ തന്നെ നവോത്ഥാൻ എന്ന് പറയുന്ന പദ്ധതി കേരളത്തിലെ തരിശുഭൂമികളിൽ കൃഷി ഇറക്കാനുള്ള കൃഷി വകുപ്പിന്റെ പദ്ധതിയാണ് നവോത്ഥാൻ എന്ന് പഠിച്ചു. ജന്മനാ ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഹൃദ്യം എന്നുള്ളത് പഠിച്ചു. അതുപോലെ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിലെ പഠനത്തിൽ മികവ് പുലർത്തുകയും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുകയും ചെയ്യുന്ന ഭവനരഹിതരായിട്ടുള്ള കുട്ടികൾക്ക് ഘട്ടം ഘട്ടമായി വീട് പണിത് കൊടുക്കുന്ന പദ്ധതിയാണ് ഏത്? ഒപ്പം ഭവന നിർമ്മാണ പദ്ധതി എന്ന് പഠിച്ചു. ഇത്രയുമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ജൂലൈ മാസത്തെ കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞിട്ടില്ല. അത് നമുക്ക് അടുത്ത ഭാഗത്തിൽ ഇതിനേക്കാൾ കൂടുതൽ പോയിന്റുകളുമായിട്ട് നമുക്ക് കാണാം. സോ നമസ്കാരം.